ടിക്കറ്റ് ടു ഫിനാലെ മൂന്നാമത്തെ ടാസ്കിലേക്ക് ഓരോരുത്തരും രണ്ടുപേരെ വീതം നോമിനേറ്റ് ചെയ്യണം. അതായിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത് ലൈവില്. ഓരോരുത്തരും ടാസ്കിലേക്ക് രണ്ടുപേരെ വീതം നോമിനേറ്റ് ചെയ്തു. ആ സമയത്താണ് മറ്റേ ചേഷ്ട കാണിക്കുന്നത് നോറയും ജാസ്മിനും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു ഗ്ലിംസ് നമ്മൾ പ്രോമോയില് കണ്ടതാണ്. നോറ ഇപ്പൊ മറ്റേ ദശമൂലം ദാമുവിന്റെ അവസ്ഥയായിരിക്കുകയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. വഴിയോടെ പോകുന്നവര് വരെ കൊട്ടോട് കൊട്ടാണ്. കഴിഞ്ഞ ആഴ്ച അൻസിബ ആയിരുന്നു, പിന്നെ സിജോ കഴിഞ്ഞ ദിവസം. ഇപ്പൊ ജാസ്മിന്റെ വായിരിക്കുന്നത് മൊത്തം കേട്ടു. ജാസ്മിനെ വെറുതെ കയറി ചൊറിഞ്ഞിട്ട് ജാസ്മിന്റെ വായിലിരിക്കുന്നത് കേട്ടു എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഇന്നലെ ജാസ്മിൻ സിജോ ഫൈറ്റില് സിജോ പറഞ്ഞതാണ് ജാസ്മിന്റെ ചേഷ്ടകൾ എന്നൊരു പോയിന്റ്. അത് നോറ നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ ഒരാളുടെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അടിച്ചു മാറ്റുമ്പോൾ ക്രെഡിറ്റ് ഗോസ് ടു റെസ്പെക്റ്റീവ് ഓണേഴ്സ് എന്ന് പറയും. നമ്മളിത് എടുത്ത ആൾക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കും. പക്ഷെ നോറയ്ക്ക് ആ മര്യാദ പോലും ഇല്ലാതായി പോയി. സിജോയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കാതെ സിജോയുടെ വാചകം എടുത്ത് വീശി ജാസ്മിന്റെ ചേഷ്ടകൾ എന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞു. അതിനെ ജാസ്മിൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം റേസ് ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ആരെന്റെ പേര് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ പറയുന്ന റീസൺസ് വാലിഡ് ആയിരിക്കണം എന്നാണ് ജാസ്മിൻ പറയുന്നത്. സ്വന്തമായിട്ടൊന്നും പറയാനില്ലാത്തപ്പോ കടമെടുത്ത് പറയേണ്ട ഗതികേടാണ് നോറയ്ക്ക് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. വന്ന് കയറിയപ്പോ മുതലുള്ള എല്ലാം ഞാൻ വേണമെങ്കിൽ പൊളിച്ചടുക്കി തരാം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ കിടിലനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമൊന്നുമില്ല, അത് പ്രേക്ഷകരും കൂടി പറയണം എന്നൊരു പറഞ്ഞിട്ട് നോറയെ മൊത്തം തേച്ചൊട്ടിക്കുന്നുണ്ട്. നോറയെ പഞ്ഞിക്കിട്ട് സ്കോർ ചെയ്യുക എന്നത് ഇപ്പം ഈ സീസണിലുള്ളവർ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ആദ്യം പറഞ്ഞ പോലെ മറ്റേ ദശമൂലം നോറ എന്നൊരു ഇരട്ടപ്പേര് നോറയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി ചിന്തോടെ വായിരിക്കുന്ന കൂടി എന്തെങ്കിലും നോറ കേൾക്കാനുള്ളൂ. അത് വഴിയെ തന്നെ നോറ കേൾക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ജാസ്മിന്റെ ചേഷ്ടയിലേക്ക് വരികയാണെങ്കിൽ പുള്ളിക്കാരി ആദ്യമായിട്ടൊരു അപ്പോളജി നടത്തി. ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞു. അപ്പോളജി നടത്തി സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും ഇല്ല കേട്ടോ. അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് സോറി പറയുക എന്നുള്ളൊരു കാര്യം. ജാസ്മിൻ ഇത്രയും ദിവസം ഇല്ലായിരുന്നു. അത് ജാസ്മിൻ നന്നായി എന്ന് കാണിച്ച ഒരു സാധനമാണ് അപ്പോളജി നടത്തിയത്. ഓപ്പോസിറ്റ് ഉള്ളത് നോറ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതില് ജാസ്മിനെ വെറുതെ വിട്ടിരിക്കുന്നു. നമ്മൾ പിന്തുണയ്ക്കുന്നു പറയാം ജാസ്മിനെ. എന്തായാലും ഷോ ഡയറക്ടർ ടോപ്പ് 2 ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇപ്പം ലൈവിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ജാസ്മിൻ വിന്നറും നോറ റണ്ണറപ്പും. പക്ഷെ നാട്ടുകാർ അവരെ വിളിക്കുന്നത് ഹാഫിസിന്റെ മണിമുത്തുകൾ എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്.